എത്ര വർഷം കഴിഞ്ഞാലും നമുക്കൊന്നും മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രമാണ് തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണനും ക്ലാരയും. പപ്പേട്ടൻ്റെ സിനിമ പത്മരാജൻ എത്ര മനോഹരമായിട്ടാണ് ഒരു പ്രണയത്തിൻ്റെ കാവ്യം പോലെ എത്ര മനോഹരമായിട്ടാണ് തൂവാനത്തുമ്പികൾ ജയകൃഷ്ണയും ക്ലാരയും അവതരിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ഓർക്കും ഇതുപോലൊരു മനുഷ്യനാവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നിന്ന്. ജയകൃഷ്ണനെ പോലെ മണ്ണാറത്തൊടിയിലെ ആ വീടും അദ്ദേഹത്തിൻ്റെ ക്ലാരയും അദ്ദേഹത്തിൻ്റെ രാധയും ഒക്കെ ആകാൻ നമുക്കൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകേണ്ട. ആ കഥാപാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കിയ സ്വാധീനം അത്രത്തോളം വലുതാണ്. മഴ പോലെ വന്നു പോകുന്ന പ്രണയം, മഴയിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ലാര, എത്ര രസകരമായ ഫ്രെയിമായിരുന്നു ഓരോന്നും. ആ തുറന്നിട്ട ജാലകത്തിനപ്പുറത്തോടെ മഴ പെയ്യുന്നതും ആ മഴയിൽ ക്ലാരയെ കാണുന്നതും ക്ലാര രാത്രി ട്രെയിനും പുറത്തോടെ അവരൊരുമിച്ച് നടന്നു പോകുന്നതുമൊക്കെ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ എന്ന് അശോകനോട് മോഹൻലാൽ പറയുന്ന ആ സീനൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ എത്രയോ വർഷം കഴിഞ്ഞാലും മായാത്തൊരു ചിത്രമാണ്. തൂവാനത്തുമ്പികൾ എന്ന സിനിമ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അന്ന് ആ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമായിരുന്നില്ല. എന്നാൽ കുടുംബ സദസ്സുകളിൽ പിന്നീട് ആ സിനിമ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു. വർഷങ്ങൾ കഴിയുന്തോറും പപ്പേട്ടൻ്റെ പല സിനിമകൾക്കും അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. എന്നാൽ ഇന്നും ഏറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് തൂവാനത്തുമ്പികൾ. പ്രത്യേകിച്ച് മഴ വരുമ്പോൾ ക്ലാരയെ ഓർക്കാത്ത ഒരു മലയാളിയുമില്ല. മഴയ്ക്ക് ക്ലാര എന്ന് പേരിട്ട് വിളിച്ചതുപോലും ആ സിനിമയോടുള്ള ഒടുങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്. അത്രത്തോളം സ്നേഹമാണ് പലർക്കും ആ മലയാള സിനിമയിൽ തൂവാനത്തുമ്പികളോടും ക്ലാരയോടും ജയകൃഷ്ണനോടും ഒക്കെ. എത്ര മനോഹരമാണ് ആ സിനിമ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും. അതിലെ ഓരോ ഫ്രെയിമുകളും എന്ത് മനോഹരമാണ്, എത്ര രസകരമാണ്. കാലങ്ങൾക്ക് പോലും മറക്കാൻ കഴിയാത്ത നല്ലൊരു പ്രണയകാവ്യമായി തൂവാനത്തുമ്പികൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കടപ്പാട് പത്മരാജൻ എന്ന ആ വലിയ മനുഷ്യനോടാണ്.